ജമ്മു കാശ്മീരിലെ വടക്കൻ ഹിമാലയൻ മലനിരകളിൽ ശൈത്യകാലം കനക്കുകയാണ്. നിയന്ത്രണ രേഖയായ LOC സാധാരണയായി ശാന്തമാകുന്ന മഞ്ഞുമൂടി മലമ്പാതകൾ അടഞ്ഞു പോകുന്ന സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലാകുന്ന സമയം. പക്ഷെ ഈ വർഷം നിയന്ത്രണ രേഖ അസ്വസ്ഥമാണ്. ഈ വർഷത്തെ ശൈത്യകാലം ഒരുപക്ഷെ അതിർത്തി സേനയ്ക്ക് കടുത്ത വെല്ലുവിളി തന്നെ ഉയർത്തിയേക്കാം. ഒരുപക്ഷെ ഇതുവരെ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. നിയന്ത്രണ രേഖ നിശബ്ദമാകുന്ന പതിവ് തെറ്റിച്ച് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ സജീവമാക്കിയതായി അതിർത്തി സുരക്ഷാ സേന സ്ഥിരീകരിച്ചു. ശീതകാലം ആരംഭിക്കുന്നതോടെ നിയന്ത്രണ രേഖയിൽ ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ട് തീവ്രവാദികളുടെ വലിയൊരു സംഘം നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറെടുക്കുന്നതായി BSF ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പാക് അധീന കാശ്മീരിലെ 69 ലോഞ്ച് പാഡുകൾ ഇപ്പോഴും സജീവമാണ്. നിലവിൽ 100 മുതൽ 120 വരെ തീവ്രവാദികൾ അതിർത്തി കടക്കാൻ അവസരം കാത്തിരിക്കുന്നുണ്ടെന്നും സമീപ മാസങ്ങളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന തീവ്രവാദി സാന്നിധ്യമാണിതെന്നും അധികൃതർ പറഞ്ഞു. മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടഞ്ഞിരുന്ന മലമ്പാതകൾക്ക് പകരം തീവ്രവാദികൾ പുതിയതും കൂടുതൽ റിസ്ക് ഉള്ളതുമായിട്ടുള്ള നുഴഞ്ഞുകയറ്റ ഇടനാഴികൾ ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയത്. ദുർഘടമായ ഭൂപ്രദേശങ്ങളെയും മങ്ങിയ ദൃശ്യപരതയും മാറുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളെയും ആശ്രയിച്ച് ഇന്ത്യൻ നിരീക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവരുടെ ഈ ശ്രമം. ചരിത്രപരമായി ഈ കാലയളവിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷം ഭീഷണി കൂടുതൽ രൂക്ഷമാണ്. ഭീകരർ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ലോഞ്ച് പാഡുകളിലുടനീളം തീവ്രവാദി ഗ്രൂപ്പുകൾ പുനഃസംഘടിക്കുകയും സ്ഥാനം മാറുകയും ചെയ്യുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ നിരീക്ഷണം ഒഴിവാക്കുന്നതിനായി ചിലർ നേരത്തെ POKയുടെ ഉള്ളിലേക്ക് മാറിയിരുന്നു, ഉൾപ്രദേശങ്ങളിലേക്ക്. എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന് അനുകൂലമായ ശീതകാല സാഹചര്യങ്ങൾ ആരംഭിച്ചതോടെ ഇവർ വീണ്ടും അതിർത്തി മേഖലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച നുഴഞ്ഞുകയറ്റം ഏറെക്കുറെ അസാധ്യമാക്കുകയെങ്കിലും താരതമ്യേന ശാന്തമായ ശീതകാലത്തിന് അത് വഴിയൊരുക്കിയിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ ഈ വർഷം സാഹചര്യം വ്യത്യസ്തമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള തീവ്രമായ ഭീകരവിരുദ്ധ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സേനയുടെ ശക്തമായ നടപടികൾ POKയിലെ തീവ്രവാദി ഗ്രൂപ്പുകളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് വല്ലാതെ. ഇത് അതിർത്തി കടക്കാൻ പുതിയതും അസാധാരണവുമായിട്ടുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായി കരുതപ്പെടുന്നു. ലോഞ്ച് പാഡുകളിലെ വർദ്ധിച്ച പ്രവർത്തനം ഈ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വർഷം ഇന്ത്യൻ സേന ഇതുവരെയുള്ള എല്ലാ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും വിജയകരമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 8 തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു. എങ്കിലും നിയന്ത്രണ രേഖയിൽ ഏതാണ്ട് 100ഓളം ഭീകരർ നുഴഞ്ഞു കയറാൻ ആസൂത്രണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ശൈത്യകാലം അതിർത്തി രക്ഷാസേനയ്ക്ക് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള കടുത്ത വെല്ലുവിളി തന്നെ ഉയർത്തുകയാണ്. മഞ്ഞുവീഴ്ച കാരണമുള്ള കുറഞ്ഞ ദൃശ്യപരതയെ മറികടക്കാൻ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദുർബലമായ പാച്ചുകളും നിരീക്ഷിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയുകയാണെന്ന് BSF ഇൻസ്പെക്ടർ ജനറൽ അശോക് യാദവ് അറിയിച്ചിട്ടുണ്ട്. കശ്മീരിലെ മലനിരകൾ മുതൽ പഞ്ചാബിലെ സമതലങ്ങൾ വരെ അതിർത്തിയുടെ ഓരോ ഇഞ്ചും മുമ്പത്തെക്കാൾ കർശനമായ നിരീക്ഷണത്തിലാണെന്ന് BSF ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പിലാണ് നമ്മുടെ വിശ്വാസവും. ന്യൂസ് ഡെസ്ക്.